നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശുദ്ധ ജ്യോതിഷത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു യോഗത്തെക്കുറിച്ചാണ്. അതായത് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ പെടുന്ന ഒരു യോഗം. ജാതകത്തിൽ അല്ലെ ജനന സമയത്ത് ചില ഗ്രഹങ്ങൾ തമ്മിൽ യോഗം ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രത്യേക അവസ്ഥ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ആ യോഗം എന്ന് പറയുന്നത് പ്രവർജ്യ യോഗം എന്ന് പറയുന്ന സന്യാസ യോഗത്തെക്കുറിച്ചാണ്. ചില ആളുകൾ അവരുടെ ബാല്യകാലത്ത് തന്നെ ആത്മീയ താല്പര്യം പ്രകടിപ്പിക്കുകയും ഒരു സന്യാസ ജീവിതത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യും. മറ്റ് ചില ആളുകൾ ഒരു യൗവനാവസ്ഥയിലാണ് സന്യാസത്തോടും വൈരാഗ്യ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ലൗകിക ജീവിതത്തിൽ നിന്നുള്ള അതിൽ നിന്ന് വേർപെട്ട് ഒരാത്മീയ ജീവിതത്തിലേക്ക് പോകാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നത്. ചിലർ മധ്യവയസ്സ് കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ വാർദ്ധക്യത്തോടടുത്താണ് സന്യാസ ജീവിതത്തിലേക്ക് പോകാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. ചില ആൾക്കാർ സന്യാസ യോഗത്തിന് എപ്പോഴും എതിരായിരിക്കും. അവർ എത്ര വാർദ്ധക്യമായാലും ലൗകിക ജീവിതത്തിൽ മുഴുകിക്കിടക്കും. അപ്പോൾ ഈ സന്യാസ യോഗത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ആ യോഗം എന്താണ്, പ്രത്യേകിച്ച് ചെറുപ്പത്തിൽ തന്നെ സന്യാസത്തിലേക്ക് നയിക്കുന്ന ആ ഗ്രഹയോഗത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിന് ജ്യോതിഷത്തിൽ പ്രവർജ്യ യോഗം എന്നാണ് പറയുന്നത്. പ്രവർജ്യ യോഗം നമ്മൾ സാധാരണ നാട്ടുഭാഷയിൽ സന്യാസ യോഗം എന്നും പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഘടന അല്ലെങ്കിൽ അതെങ്ങനെയാണ് ജാതകത്തിൽ തിരിച്ചറിയുന്നത് എന്നുള്ളത് ആദ്യമായിട്ട് നോക്കാം. ഏകസ്ഥൈ ചതുരാധിപർ ബലയുതൈർ ജാതാ വൃതികീര്യകൈ ശാഖാ ജീവകഭിക്ഷുവൃത്തചരക നിർഗ്രന്ഥിവന്യാസന മാഹേയജ്ഞ ഗുരുക്ഷഭാകരസിത പ്രഭാകരീനൈക്രമാൽ പ്രവർജ്യ ബലിഭിസ്സമാപരജിതൈ സ്ഥൽ സ്വാമിഭി പ്രച്യുതി. ഇതാണ് അതിൻ്റെ അടിസ്ഥാന ശ്ലോകം എന്ന് പറയുന്നത്. ഏകസ്ഥൈ എന്ന് പറഞ്ഞാൽ ഒരേ രാശിയിൽ, അതായത് ജനന സമയത്ത് മൗഢ്യമോ നീചസ്ഥിതിയോ ഒന്നുമില്ലാതെ ബലമുള്ള 4, 5, 6, 7 ഗ്രഹങ്ങൾ ഒരു രാശിയിൽ ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് പ്രവർജ്യ യോഗം എന്ന് നമ്മൾ പറയുന്നത്. അതായത് 4 അതിലധികമോ ഗ്രഹങ്ങൾ, ബലമുള്ള ഗ്രഹങ്ങൾ നീചസ്ഥിതിയോ മൗഢ്യമോ ഇല്ലാതെ ഒന്നിച്ചു നിന്നാലാണ് പ്രവർജ്യ യോഗം എന്ന സന്യാസ യോഗം ഉണ്ടാകുന്നത്. അതിൻ്റെ സാമാന്യ ഫലം എന്ന് പറയുന്നത് സ്വജനങ്ങളെയും സ്വഗൃഹത്തെയും സ്വന്തം ദേശത്തെയും ഉപേക്ഷിച്ച് മറ്റെവിടെയെങ്കിലും പോയി ജീവിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിൽ തന്നെ ഭേദങ്ങളുണ്ട്. ഏത് ഗ്രഹമാണ് ഈ യോഗത്തിന് കാരണമാകുന്നത് എന്നുള്ളതനുസരിച്ച് ഏത് തരം സന്യാസമാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതിലും വ്യത്യാസമുണ്ട്. അതായത് ജാതകത്തിൽ ഈ യോഗം നൽകുന്ന ഗ്രഹം ഏറ്റവും ബലമുള്ളത് ഏത് ഗ്രഹമാണോ ആ ഗ്രഹത്തിൻ്റെ അവസ്ഥയായിരിക്കും ഈ ജാതകന് അനുഭവിക്കേണ്ടി വരുന്നത്. അതായത് 4 ഗ്രഹമോ 5 ഗ്രഹമോ 6 ഗ്രഹമോ 7 ഗ്രഹമോ ഇങ്ങനെയാണല്ലോ ഒന്നിച്ച് നിൽക്കുമ്പോഴാണല്ലോ സന്യാസയോഗം ഉണ്ടാകുന്നത്. അതിൽ ഏറ്റവും ബലമുള്ള ഗ്രഹത്തിൻ്റെ അവസ്ഥയിൽ ആയിരിക്കും സന്യാസം പ്രാപിക്കുന്നത്. അധിക ബലവാൻ ചൊവ്വയാണെങ്കിൽ യോഗജാതൻ ശാക്യ മതം സ്വീകരിച്ച് അത്തരം ഒരു ജീവിത ശൈലി നയിക്കുന്നതാണ്. ബുധനാണെങ്കിൽ ആത്മവാദിയായിട്ടുള്ള സന്യാസി ആകുന്നതാണ്. ആത്മാവാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് വാദിക്കുന്ന ആൾക്കാരെയാണ് ഈ ജീവകൻ എന്ന് പറയും. അതിന് ജ്യോതിഷത്തിലെ ജീവകൻ, അതായത് ശാക്യൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക മതത്തിൽ പോകുന്ന ആൾക്കാരാണ്. പിന്നെ ജീവകൻ എന്ന് പറയുന്നത് ഈ ആത്മാവിനെ ബഹുമാനിച്ചു പോകുന്ന, ആത്മാവിനെ അടിസ്ഥാനമാക്കി തത്വങ്ങൾ രൂപീകരിച്ചു പോകുന്ന സന്യാസിമാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കാവ്യവസ്ത്രവും പീലിക്കെട്ടും ഒക്കെ ധരിച്ചു പോകുന്ന ആൾക്കാരാണ് ഈ ജീവകന്മാർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവർക്ക് എക്സ്റ്റേണലായിട്ടുള്ള ആഭരണങ്ങളും എന്ന് പറഞ്ഞാൽ മാലകളും രുദ്രാക്ഷമാലകളും ഒരു സന്യാസിയുടെ കെട്ടും മട്ടും പുറമേ കാണിച്ച് നടക്കുന്നവരാണ് ഈ ജീവകന്മാരെന്ന് പറയുന്നത്. പിന്നെ വ്യാഴമാണ് ബലവാനെങ്കിൽ, വ്യാഴം വളരെ ശുഭഗ്രഹമാണല്ലോ. വ്യാഴം ബലവാനാണെങ്കിൽ പരമഹംസൻ, കുടീചകൻ, പരിവ്രാജകൻ, അവധൂതൻ മുതലായ അവസ്ഥകളെ പ്രാപിക്കും. അത് കുറച്ചുകൂടി ഉയർന്നൊരു ലെവലാണ്. ശാക്യന്മാരെന്ന് പറഞ്ഞാൽ സന്യാസത്തെപ്പറ്റി ഇങ്ങനെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. സന്യാസ ജീവിതത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും
നമ്മൾ പാലിക്കേണ്ട യമ നിയമങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന ആൾക്കാരാണ് ഈ ശാക്യന്മാർ. അതായത് ചൊവ്വ ബലവാനാണെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥ. ഗ്രഹങ്ങൾ ഒന്നിച്ചു ചേർന്ന് നിൽക്കുമ്പോൾ ചൊവ്വയ്ക്ക് ബലം കൂടിയാലാണ് കേട്ടോ. അതുപോലെ തന്നെ ബുധനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പുറമെ വേഷവിധാനങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാർ. വ്യാഴമാണെങ്കിൽ പരമഹംസൻ, കുടീചകൻ, പരിവ്രാജകൻ, അവധൂതൻ എന്നിങ്ങനെ 4 അവസ്ഥകളിലേക്ക് പോകും. അപ്പോൾ അതിലൊക്കെയുള്ളൊരു പ്രത്യേകത എന്താണ്? അവർ മറ്റുള്ളവരെ പറ്റി അങ്ങനെ വലിയ കൺസേൺഡ് അല്ല. മറ്റുള്ളവർ അവരെപ്പറ്റി എന്തു പറയുന്നുവെന്നോ ഒന്നുമില്ല. അവരവരുടെ ഭക്തിമാർഗത്തിലൂടെ സ്വയം സമർപ്പിച്ച് മുന്നോട്ട് പോകുന്ന. അപ്പം ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെയൊക്കെ കഥ നിങ്ങൾ കേട്ടിട്ട് കാണും. അദ്ദേഹത്തിന് കാളീഭക്തനായിരുന്നല്ലോ. അപ്പം നേരിട്ട് ദേവീ ദർശനം കിട്ടിയ ആൾ എന്നാണ് അറിയപ്പെടുന്നത്. അത്തരം രീതിയിലുള്ള ഒരു ജീവിതമാണ് അവരുടേത്. ലൗകികമായ ഒരു കാര്യത്തിൽ അവർക്ക് താല്പര്യം ഉണ്ടാവുകയില്ല. അവധൂതൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ട് കാണും. എല്ലാം ഉപേക്ഷിച്ച് ഒരുപക്ഷെ വസ്ത്രങ്ങൾ പോലും വളരെ നാമമാത്രമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പലയിടത്തും കാണാം. പക്ഷേ അവരുടെ പ്രത്യേകത എന്താണ്? അവധൂതൻ്റെ അവർക്കൊരുപാട് ആത്മീയ ശക്തികൾ ഉള്ള ആൾക്കാരാണ്. പക്ഷേ അതൊന്നും പുറമേ പ്രകടിപ്പിക്കാതെ വളരെ ശാന്തരായിട്ട് ആൾക്കൂട്ടത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് കഴിയുന്നതും ആളുകളെ അകറ്റി നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു തരത്തിലുള്ള ആൾക്കാരാണ്. പക്ഷേ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും പ്രവർത്തിച്ച് പോവുകയും ചെയ്യും. പ്രകൃതിക്ക് വിരുദ്ധമല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പ്രവർത്തിച്ച് പോവുകയും ചെയ്യും. എന്നാൽ അവർ ലൗകിക കാര്യങ്ങളിലൊന്നും ബന്ധപ്പെട്ടല്ല താനും നിൽക്കുന്നത്. പിന്നെ അങ്ങനെ ഉത്തമ സന്യാസികളാണ് അതെല്ലാം. പിന്നെ ചന്ദ്രനാണ് ജാതകത്തിൽ ബലവാനെങ്കിൽ, ഈ ഗ്രഹങ്ങൾ ഒന്നിച്ച് നിൽക്കുന്നതിൽ ചന്ദ്രനാണ് ബലവാനെങ്കിൽ ശൈവം, വൈഷ്ണവം തുടങ്ങിയ തത്വങ്ങളിൽ ശൈവ ചിന്തകരുണ്ട്, വൈഷ്ണവ ചിന്തകരുണ്ട്. അങ്ങനെയുള്ള ചിന്തകർ ആയിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് മന്ത്രോപദേശമൊക്കെ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരായിരിക്കും. ശുക്രനാണ് ബലവാനെങ്കിൽ ചികിത്സയിൽ അഗ്രഗണ്യരായ സന്യാസിമാരായിരിക്കും. ചരകൻ എന്നാണ് അവരെ പറയുന്നത്. നമുക്കറിയാമല്ലോ, ചരകൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ശസ്ത്രക്രിയയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന വലിയൊരു വൈദ്യ വിദഗ്ധനായിരുന്നല്ലോ ചരകൻ എന്ന് പറയുന്നത്. ആ ചരകൻ എന്ന് പറയുന്നത് സ്ഥാനപ്പേരാണ്. സന്യാസത്തിലെ ഒരവസ്ഥയാണ് ഈ ചരകന്മാരെന്ന് പറയുന്നത്. അത് ശുക്രനാണ് ഈ ഗ്രഹ യോഗത്തിലെ ഏറ്റവും ബലമുള്ളതെങ്കിൽ ചരകന്മാരായിരിക്കും. അല്ലെങ്കിൽ പാഷണ്ഡൻ എന്നും പറയാറുണ്ട് അതിന്, വൈദ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ചികിത്സയിൽ വലിയ ഗുണമുള്ള, വലിയ പ്രാഗൽഭ്യമുള്ള ആൾക്കാരായിരിക്കും. പിന്നെ ബലവാൻ ശനിയാണെങ്കിൽ, ഈ ഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബലവാൻ ശനിയാണെങ്കിൽ നിർഗ്രന്ഥൻ അല്ലെങ്കിൽ നിർഗ്രന്ഥി എന്ന് പറയുന്ന അവസ്ഥയാണ് പ്രാപിക്കുന്നത്. ഈ നിർഗ്രന്ഥി എന്ന് പറയുമ്പോഴത്തേക്ക് യാതൊരു ഭേദമുണ്ടാകുകയില്ല. ലൗകികവും അലൗകികവുമായ കാര്യങ്ങൾ എന്ന് അങ്ങനെ ഒരു ഭേദമില്ല. ജാതിഭേദമില്ല, മതഭേദമില്ല, ആചാരഭേദമില്ല. അങ്ങനെ ഒരു തരത്തിലുള്ള ലോകത്തിലെ ഒരു തരത്തിലുള്ള വ്യവഹാരങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ജീവിക്കുന്ന ആൾക്കാരാണ് ഈ നിർഗ്രന്ഥി എന്ന് അറിയപ്പെടുന്നത്. വസ്ത്രം പോലും അവർ ധരിക്കാറില്ല. അത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഹിമാലയത്തിലൊക്കെ ഒരു വസ്ത്രവും ധരിക്കാതെ സ്വന്തം ശരീരത്തിലെ താപം കൊണ്ട് തന്നെ ശരീരം ചൂടാക്കി ഇങ്ങനെ ജീവിക്കുന്നു. പക്ഷേ അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റി അവർക്ക് ബോധ്യമുണ്ട്. ആ രീതിയിൽ ഒരു ഏറ്റവും ഉയർന്ന തലത്തിലുള്ള അവധൂതന്മാരായിട്ട് സഞ്ചരിക്കുന്ന ആൾക്കാരെയാണ് നിർഗ്രന്ഥികളെന്ന് പറയുന്നത്. അവർക്ക് ശരിക്കും സഹസ്രാര ചക്രം ഉണർന്നവർ എന്നാണ് പറയുന്നത്. ശനി ഇരിക്കുന്നത് എപ്പോഴും നമ്മുടെ ചക്ര നാളത്തിലെ അല്ലെങ്കിൽ നട്ടലിന് ഉള്ളിലൂടെയുള്ള സുഷുമ്നയിലെ ആ ചക്രങ്ങളിലെ ഏറ്റവും അവസാനത്തെ ചക്രമായ താമരപ്പൂവിൻ്റെ ആകൃതിയുള്ള ആ ചക്രത്തിൻ്റെ അവിടെയാണ് ശനിയുടെ സ്ഥാനം പറയുന്നത്. അപ്പോൾ ആ ഗ്രന്ഥി തുറന്ന, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പരമമായ ആ ചക്രം തുറന്ന ആൾക്കാരാണ് ഈ നിർഗ്രന്ഥി എന്ന് പറയുന്നത്. ഗ്രന്ഥികൾക്കെല്ലാം അപ്പുറമാണ്, അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾക്കെല്ലാം അപ്പുറമുള്ള ജീവിതമാണ്. ഒരു തത്വവും അവരെ ബാധിക്കുന്നില്ല. പരമജ്ഞാനികളാണ്. പ്രാണൻ്റെ രഹസ്യം പോലും അറിയാൻ സാധിക്കും. ജീവൻ്റെ രഹസ്യം പോലും തിരിച്ചറിഞ്ഞവരെയാണ് ഈ നിർഗ്രന്ഥികളെന്ന് പറയുന്നത്. ഇനി സൂര്യനാണ് ഏറ്റവും ബലാധിക്യമുള്ളതെങ്കിൽ വന്യാശനൻ എന്ന് പറയുന്ന അവസ്ഥയാണ് പ്രാപിക്കുന്നത്. അതായത് വനത്തിൽ തന്നെ ജീവിച്ച് ഒരിക്കലും പുറത്തോട്ട് വരാതെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയും എല്ലാ തത്വങ്ങളിലും അതീവമായ അവഗാഹം നേടുകയും ചെയ്ത് സ്വയം എല്ലാത്തിനും തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരവസ്ഥയാണ് ഈ വന്യാശനൻ എന്ന് പറയുന്നത്.
കാട്ടിലുള്ള ഏതെങ്കിലുമൊക്കെ കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യും. ഇലകളോ കിഴങ്ങുകളോ ഒക്കെ കിട്ടിയാൽ കഴിക്കും, ഇല്ലെങ്കിൽ കഴിക്കുകയില്ല. ചിലപ്പോൾ സൂര്യനെ തന്നെ ആശ്രയിച്ച് സ്വന്തം ശരീരത്തിൽ തന്നെ ഭക്ഷണോൽപാദനം നടത്തി ചെടികൾ ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ ജീവിക്കാൻ സാധിക്കുന്ന ആൾക്കാരാണ് വന്യാശനൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ പ്രപഞ്ചയോഗത്തിൻ്റെ പ്രത്യേകതകൾ. നമ്മൾ സാധാരണ ഏറ്റവും കൂടിയാൽ നമ്മൾ അവധൂതൻ വരെയുള്ള അവസ്ഥ വരെ നമുക്ക് സാധാരണഗതിയിൽ കാണാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നമുക്ക് ഒരു ജന്മപുണ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനും മുകളിലുള്ള ആൾക്കാരെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ മനുഷ്യരിൽ ഇത്രയും വിഭാഗങ്ങളുണ്ട് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. പിന്നെ ഇനി ഈ യോഗത്തെപ്പറ്റി കൂടുതൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അനേകം ഗ്രഹങ്ങൾ ഒന്നിച്ചാണല്ലോ നിൽക്കുന്നത്. 4, 5, 6, 7 ഗ്രഹങ്ങൾ ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് ഈ യോഗം ഉണ്ടാകുന്നത്. അതിനകത്ത് ഒന്നിലേറെ ഗ്രഹങ്ങൾ ബലവാന്മാരായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഫലങ്ങൾ കുറേശ്ശെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ 2 ഗ്രഹങ്ങളാണ് പരിപൂർണ ബലത്തോടു കൂടി നിൽക്കുന്നതെങ്കിൽ ആ രണ്ടിൻ്റെയും ചേർന്ന ഒരവസ്ഥയാണ് ഈ ജാതകന് ഉണ്ടാകുന്നത്. എപ്പോഴും അത് അനുഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതാത് ഗ്രഹത്തിൻ്റെ ദശകളിലോ അപഹാരാദികളിലോ ആണ് ആ യോഗങ്ങളൊക്കെ ഓരോ ഗ്രഹത്തെ സംബന്ധിച്ച സ്വഭാവങ്ങളൊക്കെ അയാൾ പ്രകടിപ്പിക്കുന്നത്. പിന്നെ ക്രമാൽ എന്ന് നമ്മൾ സൂചിപ്പിച്ചല്ലോ. അതായത് നമ്മൾ ആ ശ്ലോകം പറഞ്ഞപ്പോഴത്തേക്കും മാഹേജ്ഞ ഗുരുക്ഷോപാകരസിത പ്രഭാകരീനൈ ക്രമാൽ എന്ന് പറഞ്ഞാൽ ചൊവ്വ മുതൽ സൂര്യൻ വരെയുള്ള ഗ്രഹങ്ങൾ ആരാണോ ബലവാൻ അപ്പോൾ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. ആ ക്രമാൽ എന്ന് പറയുന്നതിന് ഒരു വ്യാഖ്യാനം കൂടെയുണ്ട്. നമ്മൾ ലഗ്നം മുതൽ ആദ്യത്തെ 4 രാശിക്കുള്ളിലാണ് ഇപ്രകാരം ഗ്രഹയോഗം ഉണ്ടാകുന്നത്. അതായത് 4 അതിലേറെയോ ഗ്രഹങ്ങൾ ലഗ്നം മുതൽ ആദ്യത്തെ 4 രാശിക്കുള്ളിലാണ് നിൽക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ജീവിതത്തിൻ്റെ ആദ്യത്തെ കാലഘട്ടത്തിൽ, അതായത് കൗമാരം യൗവനത്തിന് മുമ്പായിട്ടുള്ള കാലഘട്ടത്തിലാണ് ഈ പ്രവജ്യായോഗം ഉണ്ടാകുന്നത്. ആ സമയത്ത് തന്നെ, അതായത് ജനിച്ച് ഒരു തിരിച്ചറിവാകുന്നതോടുകൂടി തന്നെ ആത്മീയ കാര്യങ്ങളിൽ വലിയ താല്പര്യം ആ ജാതകന് ഉണ്ടാകും. ക്ഷേത്രദർശനം മാത്രമല്ല, ആത്മീയമായ പുസ്തകങ്ങൾ വായിക്കാനും ആ രീതിയിൽ പോകുന്ന ആൾക്കാരുമായിട്ട് സംസർഗം നടത്താനൊക്കെ ഉള്ളൊരു താല്പര്യമാണ് അയാൾക്കുണ്ടാകുന്നത്. അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് ഉണ്ടാകുന്നത്. ആൺകുട്ടിക്ക് മാത്രമല്ല, പെൺകുട്ടിക്കും ഉണ്ട്. അതിനെപ്പറ്റി സ്ത്രീജാതകം എന്നുള്ള ഗ്രന്ഥത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സന്യാസിനിയുമാകാം. പിന്നെ 5-ാം ഭാവം മുതൽ 5, 6, 7, 8 ഈ ഭാവങ്ങളിൽ ഏതെങ്കിലും ആണെങ്കിൽ, ലഗ്നം മുതൽ 5-ലോ 6-ലോ 7-ലോ 8-ലോ ആണ് ഈ ഗ്രഹയോഗം ഉണ്ടാകുന്നതെങ്കിൽ ജീവിതത്തിൻ്റെ മധ്യഭാഗത്തിലായിരിക്കും. അത് യൗവനം തുടങ്ങി മധ്യവയസ്സ് എത്തുന്നതിന് മുമ്പായിട്ട് ഈ പ്രവജ്യായോഗം അവർക്ക് ഉണ്ടാകും. ഇനി അവസാനത്തെ 4 ഭാവങ്ങളിലാണെങ്കിൽ, അതായത് 9, 10, 11, 12 ഈ ഭാവങ്ങളിൽ ഏതിലെങ്കിലുമാണ് ഈ ഗ്രഹയോഗം ഉണ്ടാകുന്നതെങ്കിൽ മധ്യവയസ്സിന് ശേഷം, അതായത് വാർദ്ധക്യത്തിലേക്ക് നമ്മുടെ ജീവിതകാലം നീങ്ങുന്ന ഒരവസ്ഥയിലായിരിക്കും ജീവിതത്തോടുള്ള വിരക്തി ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെയാണ് ആ ക്രമാൽ എന്നുള്ളതിന് അങ്ങനെ ഒരു വ്യാഖ്യാനവും ഉണ്ട്. അപ്പം നമുക്ക് നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പം നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജാതകങ്ങൾ തമ്മിൽ ചേർക്കുമ്പോൾ ഈ പ്രവജ്യായോഗം എന്ന യോഗമുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാനായിട്ട് സാധിക്കും. അതായത് 4 ഗ്രഹമോ അതിൽ ഏറെയുള്ള ഗ്രഹങ്ങളോ ഏതെങ്കിലും ജാതകത്തിൽ ഒരേ രാശിയിൽ ഒന്നിച്ച് നിൽപ്പുണ്ടെങ്കിൽ അയാൾക്ക് ഇതിനുള്ള സാധ്യതയുണ്ടോ, ആ ആൺകുട്ടിക്ക് അല്ലെ പെൺകുട്ടിക്ക് ലൗകിക ജീവിതവുമായിട്ട് ഒരു വിരക്തി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പം ഇതാണ് നമ്മുടെ പ്രവജ്യായോഗത്തെപ്പറ്റി പൊതുവെ പറയാനുള്ളത്. പിന്നെ മറ്റൊരു തരത്തിലുള്ള യോഗവും പറയുന്നുണ്ട്. വിവരണം എന്നുള്ള ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഉദയലഗ്നത്തിൽ നിന്ന് 4-ൽ ചൊവ്വയോ 5-ൽ ബുധനോ 6-ൽ വ്യാഴമോ 7-ൽ ചന്ദ്രനോ 8-ൽ ശുക്രനോ 9-ൽ ശനിയോ 10-ൽ സൂര്യനോ നിന്നാൽ പ്രവജ്യായോഗത്തിൻ്റെ ലക്ഷണമായി എന്ന് പറയുന്നുണ്ട്.
ഈ ഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മൗഢ്യമോ നീചസ്ഥിതിയോ ഒന്നുമില്ലാതെ വളരെ ബലവാനായിട്ട് ഈ പറഞ്ഞ രീതിയിൽ നിന്നാൽ പ്രവജ്യ യോഗം ഉണ്ടാകും എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ ജാതക വ്യാഖ്യാനത്തിൽ പ്രവജ്യ യോഗം എന്ന് പറയുന്നത് ഈ ആദ്യം പറഞ്ഞ രീതിയിൽ ഒന്നിലേറെ ഗ്രഹങ്ങൾ ഒരേ രാശിയിൽ ഒന്നിച്ചു നിൽക്കുമ്പോഴുള്ള ഗ്രഹാവസ്ഥയാണ്. അപ്പം ഇത് ജ്യോതിഷം പഠിക്കുന്നവരുടെ ഒരു അറിവിലേക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമ്മൾ ഈ ഗ്രഹങ്ങളുടെ ചലനങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ശുദ്ധ ജ്യോതിഷത്തിൽ നിന്ന് ഒരല്പം അകന്നു പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊരു ടോപ്പിക്ക് ഉൾപ്പെടുത്താം എന്ന് തീരുമാനിച്ചത്. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.